കോമഡി ആയാലോ, ഇമോഷൻ ആയാലോ, വില്ലൻ ആയാലോ, ഹീറോ ആയാലോ, എന്തിനേറെ റൊമാൻറ്റിക് ക്യാരക്ടറായിട്ട് വരെ ഭംഗിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ബിജു മേനോൻ. ഒന്നും വേണ്ട, കോവിഡ് ടൈമിൽ റിലീസായ ആർക്കറിയാം എന്ന സിനിമയിലെ ബിജു മേനോന്റെ റോള്. ആ ഒരു പടം കണ്ടവർക്കറിയാം പീക്ക് ലെവൽ പെർഫോമൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. മലയാളം, തമിഴ്, തെലുങ്ക് ഉൾപ്പെടെ ഏകദേശം 160-ലധികം സിനിമകളിൽ അദ്ദേഹം ഇതുവരെയായിട്ട് അഭിനയിച്ചു. 1994 റിലീസായ പുത്രൻ എന്ന സിനിമയാണ് അദ്ദേഹത്തിന്റെ ആദ്യ മലയാള ചിത്രം. വെള്ളിമൂങ്ങ. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ പ്രണയമെഴുതു ദേവദൂതികേ. കോമഡി റോളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബിജു മേനോന് ഒരു പ്രത്യേക കഴിവുണ്ട്. പിന്നെ നമ്മുടെ പഴയ നൊസ്റ്റാൾജിക് പടം ഓർഡിനറി, ആ സിനിമയൊക്കെ ഉണ്ടാക്കിയ ആ ഒരു വൈബ് അത് വേറെ തന്നെയായിരുന്നു. ഈ കുഞ്ചാക്കോ ബോബൻ ബിജു മേനോൻ കോംബോയിൽ വന്ന സിനിമകളൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു സിനിമയാണ് റോമൻസ്. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് വേഷത്തിൽ അഭിനയിച്ചത് ബിജു മേനോനാണ്. എത്ര പോലീസ് വേഷങ്ങൾ എന്നറിയാം. ഇഷ്ടം പോലെ